ഹായ് അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരള ശൈലിയിലുള്ള ഉച്ചഭക്ഷണമാണ് ചമ്മന്തി റൈസ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിലും വേഗത്തിലും തയ്യാറാക്കാവുന്ന ഒരു സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥമാണിത്. അപ്പോൾ ഈ രുചികരമായ ചമ്മന്തി റൈസ് തയ്യാറാക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഈ ചമ്മന്തി റൈസിൻ്റെ ഒപ്പം ഞാൻ കോവക്ക പൊരിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോവക്ക ആദ്യം മസാല തേച്ച് പുരട്ടിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 15 കോവക്ക എടുത്തിട്ടുണ്ട്. ഇത് നടുക്കേറിയതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് പുരട്ടിയെടുക്കാം. ഇപ്പോൾ മസാലയൊന്നും കോവക്കയിൽ ചേർന്ന് വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു സൂത്രം ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കോവക്കയിൽ മസാല ചേർന്ന് വരും കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായി ചമ്മന്തി റെഡിയാക്കലാണ്. ഒരു മിക്സ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 4 ചുവന്നുള്ളി, ചെറിയ കഷ്ണം മാങ്ങ, 1 തണ്ട് വേപ്പില, 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർക്കാം. പിന്നെ എരിവിനായി 2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ചമ്മന്തി പരുവത്തിൽ തന്നെ അരച്ചെടുക്കാം. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് പരുവം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു ബൗളിലേക്ക് 2 കപ്പ് ചോറ് എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ തരം ചോറും എടുക്കാം കേട്ടോ. ഞാനിവിടെ മട്ട റൈസാണ് എടുക്കുന്നത്. അങ്ങനെ ചോറ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ചമ്മന്തി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മുഴുവനായും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ചമ്മന്തിയിൽ നിന്നും കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. ചോറിൽ ചമ്മന്തി ചേർന്ന് വരുന്ന പരുവത്തിൽ മാത്രം ചമ്മന്തി ചേർത്താൽ മതിയാട്ടോ. അങ്ങനെ ചമ്മന്തിച്ചോറ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒലീവ് ഓയിൽ നിർബന്ധമില്ല കേട്ടോ, വെളിച്ചെണ്ണ ആയാലും മതി. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുത്ത് ചെറുതീയിൽ താളിച്ചെടുക്കാം. അങ്ങനെ താളിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചോറിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചമ്മന്തിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് മാറ്റി വെക്കാം. പിന്നെ ചമ്മന്തിച്ചോറിനൊപ്പം ഉണക്കച്ചെമ്മീൻ വറുത്തും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം. അതിനുവേണ്ടി ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം 5 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചുവന്നുള്ളി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ഉണക്കച്ചെമ്മീൻ തലയും വാലും കളഞ്ഞെടുത്തത് ചേർത്ത് വറുത്തെടുക്കാം. ചെമ്മീൻ വറുത്തെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 നുള്ളു ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും ചേർത്തിളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഉണക്കച്ചെമ്മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി കോവക്ക വറുത്തെടുക്കാം. അതിനു വേണ്ടി വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ച കോവക്ക ഓരോന്നായി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഈ ഒരു വശവും ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ കോവക്ക കംപ്ലീറ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അടുത്തതായി ചമ്മന്തിച്ചോറ് പൊതിഞ്ഞ് വെക്കലാണ്. ചമ്മന്തിച്ചോറ് വാഴയിലയിൽ പൊതിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാഴയില വെച്ചിട്ടുണ്ട്. ഇനി വാഴയിലയുടെ സെൻറ്ററിലായി ചമ്മന്തിച്ചോറ് മുഴുവനായും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചമ്മന്തിച്ചോറ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ഓംലെറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഉണക്കച്ചെമ്മീൻ വറുത്തതും കോവക്ക വറുത്തതും ചമ്മന്തിയും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വാഴയില പൊതിഞ്ഞ് വെക്കാം. അങ്ങനെ ചമ്മന്തിച്ചോറ് വാഴയിലയിൽ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. നല്ല ചൂടുള്ള ചമ്മന്തിച്ചോറ് വാഴയിലയിൽ പൊതിഞ്ഞ് വാഴയിലയുടെ ആ സ്മെല്ലും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ തന്നെ ആഹാ എന്താ അന്തസ്, അടിപൊളിയാണ് കേട്ടോ. രുചിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ചമ്മന്തിച്ചോറ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.